ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ ഇല്ലതാനും. അപ്പോൾ നിങ്ങളുടെ ബോഡിയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളാണ് ശരിക്കും ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. ഓരോരുത്തരുടെയും ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ തന്നെ ഫിസിഷ്യനാണ് തീരുമാനിക്കുക ഏത് ടെസ്റ്റാണ് അവർക്ക് ആവശ്യമെന്ന്. ഫോർ എക്സാമ്പിൾ, 40 വയസ്സിന് മേലെയുള്ള ഒരു മെയിൽ പേഷ്യൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. നമ്മുടെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യണം. ഇതുപോലെ ലിവറിൻ്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതോ അല്ലാത്ത ആളായിക്കോട്ടെ LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ആൻഡ് റീനൽ ഫംഗ്ഷൻ അഥവാ കിഡ്നി ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് യൂറിയ ആൻഡ് സീറം ക്രിയാറ്റിനിൻ അഥവാ RFT ചെയ്യണം. അതുപോലെ 30 വയസ്സിന് മേലെയുള്ള ആൾക്കാർ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു സ്ക്രീനിങ് ആണ് ഡയബറ്റിക് സ്ക്രീനിങ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ഇതിനോടൊപ്പം തന്നെ HbA1c എന്ന ടെസ്റ്റ്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് 3 മാസത്തെ ഗ്ലൂക്കോസ് ആവറേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കാർഡിയാക് റിസ്ക് അഥവാ ഹാർട്ടിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് ApoLipoprotein B എന്നൊരു ടെസ്റ്റും അതിനോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലും ചെയ്യാം. ഇതിന് കൂടെ തന്നെ ഇൻഫ്ലമേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഹൈലി സ്പെസിഫിക് CRP വിത്ത് കോർട്ടിസോൾ ലെവൽസും കൂടി നോക്കുന്നത് നന്നാവും. അടുത്തത് ക്യാൻസർ റിസ്ക് നോക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്. ഇതിൻ്റെ എല്ലാം സെൻസിറ്റിവിറ്റി 70 to 90% ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ പേഷ്യൻസ് ഡയഗ്നോസ് ചെയ്തവർക്കാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിൻ്റെയും മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് CA15-3 ആൻഡ് CEA. അപ്പോൾ ഇനി മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പുറകെ പോകാതെ നമുക്ക് വേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടെത്തിയിട്ട് അത് മാത്രം ചെയ്യുക.